അമേരിക്ക നിന്ന് കത്തുകയാണ്. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലും കാട്ടുതീയായി പടർന്നിട്ട് 30,000 ഏക്കറുകളാണ് നഷ്ടപ്പെട്ടു പോയത്. 10,000-കണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. 10ഓളം വരുന്ന ആളുകളാണ് മരണപ്പെട്ടു പോയത്. മില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നു. നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിലൊന്നും ഞാൻ സന്തോഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, കർമ്മഫലമെന്ന് പറയുന്ന ഒന്നുണ്ട്, മനസ്സിലാക്കിക്കോ. ആരാ? അമേരിക്കയാ. ഫലസ്തീനിലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ, 10,000-കണക്കിന് പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയ, 1000-കണക്കിന് ഗർഭിണികളെ കൊന്നൊടുക്കിയ, ഇസ്രായേലിന് കൂട്ടുനിന്ന ഫലസ്തീനിലെ 1000-കണക്കിന് മക്കളുടെ കണ്ണീര് കണ്ടപ്പോൾ സന്തോഷിച്ച ജെയിംസ് വുഡ്സ് കരുതിയിരുന്നില്ല അല്ലാഹുവിന്റെ തീരുമാനം അതിശക്തമായി വന്നു ഭവിക്കുമെന്ന്. ജെയിംസ് വുഡ് ഈ അമേരിക്കക്കാരനെ നടനെ അറിയുന്നവർ വളരെ വിരളമായിരിക്കും. ഗസയിലെയും മറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ അത്യാഹ്ലാദം കൊണ്ട് കുഞ്ഞുങ്ങളെ അടക്കം കൊലകൾ ഇനിയും ചെയ്യണമെന്ന് അട്ടഹാസിച്ച് ചിരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അമേരിക്കയെ പൊള്ളിച്ച കാട്ടുതീയിൽ ഖുദ്സിന്റെ ഭവനവും കത്തുന്നുണ്ടായിരുന്നു. കരഞ്ഞപേക്ഷിച്ച് സഹായത്തിന് കേഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സഹതാപം തോന്നുന്നില്ല, വിഷമത്തിൽ പങ്കുചേരാനും കഴിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി അടിവരയിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫഅമിനല്ലദീന മകറു സയ്യിആതി അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈഥു ലാ യശ്ഉറൂൻ. നീചമായ കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ലയോ? അന്ന് ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിരുന്നില്ല? ഇങ്ങനെ ഒരു ശിക്ഷ വന്ന് ഭവിക്കുമെന്ന് ചിന്തിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.